ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനം നാം എപ്രകാരമാണ് സ്വീകരിക്കേണ്ടത്? ചെവി തുറന്ന് കേൾക്കണം, ഹൃദയത്തിൽ സൂക്ഷിക്കണം. അഞ്ചപ്പത്തിൻ്റെ എപ്പിസോഡിൽ എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 10-ാം തിരുവചനം, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പം ചെവി തുറന്ന് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല, ഹൃദയപൂർവ്വം നമ്മൾ ശ്രവിക്കുന്നില്ല. വചനം പറയുകയാണ്, നമ്മൾ ചെവി തുറന്ന് കേൾക്കണം, ഹൃദയത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ ചെവി തുറന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ തീർച്ചയായും പരിശ്രമിക്കും. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ജീവിത രീതിയുടെ ഭാഗമായി മാറും. വീണ്ടും ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം, അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവവചനം ഒരു ടോക്ക് കേൾക്കുമ്പോഴായിരിക്കാം, ഒരു ധ്യാനം കൂടുമ്പോഴായിരിക്കാം, ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴായിരിക്കാം, ദേവാലയത്തിൽ ഒരു പ്രഭാഷണം കേൾക്കുമ്പോഴായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നാം കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മളെ സ്പർശിക്കുന്ന മേഖലകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം എന്ന വചനം നമ്മളെ ഉപദേശിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 10-ാം തിരുവചനം, എൻ്റെ പ്രബോധനം വെള്ളിക്ക് പകരവും എൻ്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തിന് പകരവുമാണ്. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലപിടിപ്പുള്ളതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. മാറ്റമില്ലാത്ത വചനത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നീ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യേണ്ടത്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 20-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക, നീ ജ്ഞാനിയാകും. നമുക്ക് ജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രബോധനം കേൾക്കണം, അംഗീകരിക്കണം, ഹൃദയപൂർവ്വം അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. അതുകൊണ്ടല്ലേ ലൂക്കാസ് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, 8-ാം അധ്യായം 15-ാം തിരുവചനം, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അതെ, പെട്ടെന്നല്ല, ഇൻസ്റ്റന്റ് അല്ല, അല്പകാലം വേണ്ടിവരും, അല്പസമയം വേണ്ടിവരും. പക്ഷേ ആഗ്രഹത്തോടെ, തീഷ്ണതയോടെ ശ്രവിച്ച് അത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് ആ വചനമാകുന്ന വിത്ത് ഫലം ചൂടുവാൻ, അത് ഫലഭൂഷ്ടമായി മാറുവാൻ ക്ഷമയോടെ കാത്തിരിക്കും, ക്ഷമയോടെ പ്രാർത്ഥിക്കും, ക്ഷമയോടെ തൻ്റെ കുറവുകളെ, തൻ്റെ പരിമിതികളെ, തൻ്റെ ബലഹീനതകളെ ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവവചനം എന്നിൽ രൂപാന്തരപ്പെടുവാൻ കാത്തിരുന്ന്, ദൈവവചനത്തിൻ്റെ ശക്തി എൻ്റെ വിശുദ്ധിയിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ അഹങ്കാരത്തിൻ്റെ മേഖലകളിൽ, എൻ്റെ മറ്റുള്ളവരുമായി ഇടപെടുന്ന മേഖലകളിൽ, എൻ്റെ മുൻകോപത്തിൻ്റെ മേഖലകളിൽ, എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിറഞ്ഞ് ഞാൻ ഈശോയുടെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടും. അങ്ങനെ ക്ഷമയോടെ ദൈവവചനം എന്നിൽ ഫലദായകമായി മാറും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ചെവി തുറന്ന് കേൾക്കാം, ഹൃദയത്തിൽ സൂക്ഷിക്കാം, നല്ല ഫലം പുറപ്പെടുവിക്കാം. തീർച്ചയായും അഞ്ചപ്പ ശ്രവിക്കുന്ന ഓരോ വ്യക്തികളിലും ഈ പരിശുദ്ധമായ വചനങ്ങൾ വലിയ കൃപയായി മാറട്ടെ, വലിയ അനുഗ്രഹമായി മാറട്ടെ. വരും നാളുകളിൽ ഈ പരിശുദ്ധമായ വചനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.